നമ്മൾ പഠിക്കുന്നത് ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസുകളാണ്. Today we are going to learn about some basic sentences which we can use in the classroom. ശ്രദ്ധിക്കുക, ഇവിടെ ഗോയിങ് ടുന് പകരം നമുക്ക് വേണമെങ്കിൽ വില്ലും ഉപയോഗിക്കാം. ഇതിൻ്റെ എന്താണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ വേറൊരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് നമ്മൾ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ എന്താണ് ടീച്ചർ നമ്മളോട് പറയുന്നത്? ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ് പറയാം അല്ലേ. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ടീച്ചറിനോടും പറയുന്നതാണ് ഗുഡ് മോർണിംഗ് ടീച്ചർ, ഗുഡ് ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ടീച്ചർ എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴാണ് മോർണിംഗ് ഉപയോഗിക്കുന്നത്? രാവിലെ നമുക്ക് അതിരാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഗുഡ് മോർണിംഗ് ഉപയോഗിക്കാം. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ ഒരു 5 മണി വരെ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ഉപയോഗിക്കാം. അതിനുശേഷം എപ്പോഴാണെങ്കിലും ഗുഡ് ഈവനിങ് ആണ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് എങ്ങനെയാണ് പറഞ്ഞത്? ഗുഡ് നൈറ്റ് നമ്മൾ പിരിയാൻ നേരത്താണ് ഗുഡ് നൈറ്റ് പറയുന്നുള്ളത് നമ്മൾ പഠിച്ചാണ് അല്ലേ. അതല്ല, നമുക്ക് രാത്രി കാണുമ്പോൾ ഗുഡ് നൈറ്റ് അല്ല പറയണ്ട. അപ്പോൾ രാത്രി 11 മണിക്ക് ഒരാളെ കണ്ടാൽ നമുക്ക് പറയാം ഗുഡ് ഈവനിങ് അല്ലേ. ഇനി ടീച്ചർ നമ്മൾ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, സ്ത്രീകളെയാണ് നമ്മൾ ടീച്ചർ എന്ന് പറയുന്നത്. സത്യത്തിൽ ടീച്ചർ എന്നുള്ളതിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നമുക്ക് ടീച്ചർ എന്ന് തീർച്ചയായിട്ടും പറയാം. നമ്മൾ താമസിച്ച ക്ലാസ്സിലേക്ക് നമ്മൾ ടീച്ചർ ചോദിക്കാനാണ് വൈ ഡിഡ് യു കം ലേറ്റ്, അല്ലെങ്കിൽ വൈ ഹാവ് യു കം ലേറ്റ് ടുഡേ, എന്തുകൊണ്ടാണ് നീ ഇന്ന് താമസിച്ചു വന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തേത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യനും രണ്ടാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം നമ്മൾ പഠിച്ചാണ്. നമുക്ക് രണ്ടും ചോദിക്കാം. കൂടുതൽ കോമൺ ആദ്യത്തെ ചോദ്യമാണ് വൈ ഡിഡ് യു കം ലേറ്റ്. അയ്യോ ടീച്ചർ, ബസ് പോയി, അതുകൊണ്ടാണ് ഞാൻ നടന്നാണ് സ്കൂളിലേക്ക് വന്നത്. ഐ മിസ് ദ ബസ് സോ ഐ വാക്ക് ടു സ്കൂൾ. ഐ മിസ് ദ ബസ് സോ ഐ വാക്ക് ടു സ്കൂൾ. താമസിച്ചാണ് എഴുന്നേറ്റത്, ഐ ഗോട്ട് അപ്പ് ലേറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയാം, എന്താണ്? ഐ ഓവർ സ്ലെപ്റ്റ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താമസിച്ചാണ് എഴുന്നേറ്റെന്നാണ് എൻ്റെ അർത്ഥം. ഐ ഓവർ സ്ലെപ്റ്റ്. ഐ ഹവ് ഗോട്ട് എ ഹെഡ് ഏക്ക്, എനിക്ക് തലവേദനയായിരുന്നു. ഐ ഹവ് ഗോട്ട് എ ഹെഡ് ഏക്ക്. ടീച്ചർ ചോദിക്കാണ് എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ ടു എവ്രി വൺ? പിന്നെ നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു? അവധിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ആഘോഷം. ഹൗ ആർ ദ ഹോളിഡേയ്സ്? ഡിഡ് യു ഹാവ് എ നൈസ് ടൈം? How are the holidays? Did you have a nice time? Yes, of course. We went to Tekdi. We went to any place. ഏത് സ്ഥലം വേണം നിങ്ങൾക്ക് പറയാം. അപ്പോൾ ടീച്ചർ പറയണം അത് കൊള്ളാം, നിങ്ങൾ ഹോംവർക്ക് ചെയ്തായിരുന്നു. That's good. Have you finished your homework? No, sir. I had a headache last night. എനിക്ക് ഇന്നലെ രാത്രി തലവേദനയായിരുന്നു. No, sir. Like, no, ma'am. I had a headache last night. Please don't lie to me. കള്ളം പറയരുത് കേട്ടോ. Please don't lie to me. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ? Have you started preparing for the exam? ഇനി നമ്മൾ പറഞ്ഞത് എക്സാം എഴുതുക എന്നുള്ളതിന് റൈറ്റ് എക്സാം എന്ന് പറയാറില്ല. അതിന് ടേക്ക് എക്സാം അല്ലെങ്കിൽ സിറ്റ് ഫോർ എക്സാം എന്നാണ് പറയുന്നത്. ഓക്കെ, ടേക്ക് എക്സാം ആയിരിക്കുമല്ലോ എളുപ്പം അല്ലേ. ഇവിടെ എന്താണ്? എക്സാമിന് പ്രിപ്പയർ ചെയ്തോ, അത് തുടങ്ങിയോ? Have you started preparing for the exam? No, ma'am. We'll start tomorrow. Okay, നാളെ ഞങ്ങൾ തുടങ്ങാം. അല്ലെങ്കിൽ I will start today. ഞാൻ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടീച്ചർ പറയുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹിസ്റ്ററിയെ പറ്റിയാണ്. ഉദാഹരണം, ടുഡേ വി ആർ ലേണിംഗ് അബൌട്ട് ഹിസ്റ്ററി. അല്ലെങ്കിൽ ഇങ്ങനെ വേണം പറയാം, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എന്ന് വേണം പറയാം. എല്ലാവരും ബുക്ക് തുറന്നേ, എന്നിട്ട് 26ാമത്തെ പേജിലേക്ക് പോക്കേ. So please open your book and go to page number 26. ഇനി ഇങ്ങനെ വല്ല പറയാം, open your book to page number 26. Open your book to page number 26. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങൾ 26ാമത്തെ പേജിലേക്ക് പോയി please turn to page number 26. ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. Today we are learning about Indian history. അല്ലെങ്കിൽ today we are going to study about Indian history. So please open your book and go to page number 26. Open your book to page number 26. Please turn to page number 26. അപ്പോൾ ഒരാൾ പുറകിരിക്കാം. അപ്പോൾ ടീച്ചർ ചോദിക്കാം, where is your textbook? നിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യും? Ma'am, I'm sorry, I forgot to bring it. ക്ഷമിക്കണം, ഞാനത് മറന്നുപോയി. Where is your textbook? Ma'am, I'm sorry, I forgot to bring it. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ടേബിളിലേക്ക് വെച്ച് please keep your textbook on the table. Please keep your textbook on the table. എല്ലാവരും ബാഗിലേക്ക് വെച്ച് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നോട്ട്ബുക്ക് please keep your notebook in the bag. ഇങ്ങനെ വേണം പറയാം, please put it inside the bag. Please put it inside the bag. എല്ലാവരും ബുക്ക് മാറ്റി വെച്ച് please put your book away.
Please keep your textbook on the table. Please keep your notebook in the bag. Please put it inside the bag. Please put your book away. അപ്പോൾ ടീച്ചർ പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടിയെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ അമേരിക്കൻ ഹിസ്റ്ററിയിൽ പഠിച്ചതാണ് അല്ലേ ബോസ്റ്റൺ ടീ പാർട്ടി. ഇൻ ദിസ് ചാപ്റ്റർ വി ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ബോസ്റ്റൺ ടീ പാർട്ടി, അല്ലെങ്കിൽ വി വിൽ ലേൺ അബൌട്ട് ദ ബോസ്റ്റൺ ടീ പാർട്ടി. അയ്യോ മാം എനിക്ക് മനസ്സിലായില്ല അത്. മാം ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്. കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്? കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്? കുഡ് യു സേ ദാറ്റ് അഗെയിൻ? ഒന്നുകൂടെ പറയാമോ? Sure, I will repeat it. Please pay attention here. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, അവിടെ നോക്കിയിരിക്കുന്നത് എന്താണ്? Sure, I will repeat it. Please pay attention here. അയ്യോ മാം ഇച്ചിരി ഒന്ന് പതുക്കെ പറയാമോ? Could you speak more slowly please? Could you speak more slowly please? നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് നമ്മൾ ഇന്ത്യക്കാർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഇംഗ്ലീഷ് പറയുന്നത്. നമ്മൾ ഇച്ചിരി കൂടെ പതുക്കെ പറയണം അല്ലേ? അപ്പം ഇങ്ങനെ പറയാം എന്താണ്? കുഡ് യു സ്പീക്ക് മോർ സ്ലോലി പ്ലീസ്? നമ്മൾ സാധാരണ ക്ലാസ്സിലേക്ക് ടീച്ചർ നമ്മളോട് പറയത്തില്ലേ, ഓക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേപടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പറയത്തില്ല. അപ്പം എങ്ങനെ പറയാം? പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. എൻ്റെ കൂടെ പറയാം ആപ്പിൾ. ഇപ്പോൾ നമ്മളെല്ലാവരും ആപ്പിൾ എന്ന് പറയും അല്ലേ? നമുക്കൊന്നുകൂടെ പറയാം പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഈസ് ഇറ്റ് ക്ലിയർ നൗ? ഈസ് ഇറ്റ് ക്ലിയർ നൗ? ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ അങ്ങ് പെട്ടെന്ന് എന്തോ പറഞ്ഞു പോയി, ഒരു വാക്ക് നമുക്ക് പിടികിട്ടിയില്ല. നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട് ഡസ്, ഫോർ എക്സാമ്പിൾ, വാട്ട് ഡസ് ട്രിസ്കൈഡെക്കോഫോബിയ മീൻ? ഒരു വാക്ക് ട്രിസ്കൈഡെക്കോഫോബിയ എന്ന് ടീച്ചർ അങ്ങ് പെട്ടെന്ന് പറഞ്ഞു, നമുക്കത് മനസ്സിലായില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? 13 പേടി എന്നുള്ളതാണ് ട്രിസ്കൈഡെക്കോഫോബിയ. നമ്മൾ വേറൊരു ചാപ്റ്റർ പഠിച്ചാണ് അല്ലേ, ട്രിസ്കൈഡെക്കോഫോബിയ. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ 13 എന്നുള്ള റൂം നമ്പർ ഇല്ല, 12A ആണ് സാധാരണ ഉള്ളത്. 12 കഴിഞ്ഞാൽ 12A, പിന്നെ 14ലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പേടിക്കാണ് പറയുന്നത് ട്രിസ്കൈഡെക്കോഫോബിയ. ഓക്കെ, അപ്പം നമുക്ക് ടീച്ചർ അങ്ങ് പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല. മാം വാട്ട് ഡസ് ട്രിസ്കൈഡെക്കോഫോബിയ മീൻ? അപ്പോൾ നമുക്ക് സ്പെല്ലിങ് പിടികിട്ടിയില്ല. ഹൗ ഡു യു സ്പെൽ ദാറ്റ്? അത് എങ്ങനെയാണ് അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? ട്രിസ്കൈഡെക്കോഫോബിയ എന്ന് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലായില്ല അല്ലേ? ഹൗ ഡു യു സ്പെൽ ദാറ്റ്? നമുക്ക് ചോദിക്കണം, മാഡം ഈ ഉണക്കമീൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഹൗ ഡു യു സേ ഉണക്കമീൻ ഇൻ ഇംഗ്ലീഷ് എന്ന് നമുക്ക് ചോദിച്ചാൽ അല്ലേ? ഹൗ ഡു യു സേ ഉണക്കമീൻ ഇൻ ഇംഗ്ലീഷ്? ഓക്കെ, ഉണക്കമീൻ എന്താണ് ഇംഗ്ലീഷ് പറയുന്നത്? ഡ്രൈഡ് ഫിഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗ ഡു യു സേ ഉണക്കമീൻ ഇൻ ഇംഗ്ലീഷ്? അപ്പോൾ പുറകിൽ നേരം എന്തൊക്കെ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ടീച്ചർ കണ്ടു, വാട്ട് ആർ യു ഡൂയിങ് ദ? നീ അവിടെ എന്നാ എടുത്തുകൊണ്ടിരിക്കുകയാണ്? നത്തിങ് മാം, ഒന്നുമില്ല. ഐ വാസ് ജസ്റ്റ് ചെക്കിങ് ദ ടൈം ടേബിൾ. ഓ, ഞാൻ ടൈം ടേബിൾ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞ പ്ലീസ് ഡു ദാറ്റ് ആഫ്റ്റർ ദിസ് ക്ലാസ്. ഈ ക്ലാസ് കഴിഞ്ഞ് അത് ചെയ്യാം. വാട്ട് ആർ യു ഡൂയിങ് ദ? നത്തിങ് മാം, ഐ വാസ് ജസ്റ്റ് ചെക്കിങ് ദ ടൈം ടേബിൾ. പ്ലീസ് ഡു ദാറ്റ് ആഫ്റ്റർ ദിസ് ക്ലാസ്. നമ്മൾ സാധാരണ ക്ലാസ് കേൾക്കുന്നൊരു പരാതിയില്ലേ, മാം സമ്മൺ ഹാസ് ടേക്കൺ മൈ പെൻ. ആരോ എൻ്റെ പേന എടുത്തു. മാം സമ്മൺ ഹാസ് ടേക്കൺ മൈ പെൻ. ഹൂ ഹാസ് ടേക്കൺ ഹിസ് പെൻ? ആരാ അവൻ്റെ പേന എടുത്തത്? ഹൂ ഹാസ് ടേക്കൺ ഹിസ് പെൻ? അപ്പോൾ നമ്മൾ ചോദിക്കാൻ കൂട്ടുകാരോട് ചോദിക്കുക, ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്? എനിക്ക് പേന എഴുതാൻ തരാമോ? ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്? നമുക്ക് എന്തും ചോദിക്കാം അല്ലേ? ക്യാൻ ഐ ബോറോ യുവർ ബൈക്ക് പ്ലീസ്? എൻ്റെ ബൈക്കും തരാമോ? ക്യാൻ ഐ ബോറോ യുവർ കാർ പ്ലീസ്? അല്ലേ? അപ്പോൾ ടീച്ചറിനോട് ചോദിക്കാണ്, എനിക്ക് ടോയ്ലറ്റിലൊന്ന് പോയിക്കോട്ടെ ഞാൻ. കുഡ് ഐ ഗോ ടു ദ വാഷ്റൂം പ്ലീസ്? കുഡ് ഐ ഗോ ടു ദ വാഷ്റൂം പ്ലീസ്? അല്ലെങ്കിൽ നമ്മൾ സാധാരണ പിള്ളേരെ ചോദിച്ചു, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ? കുഡ് ഐ ഡ്രിങ്ക് സം വാട്ടർ പ്ലീസ്? അല്ലെങ്കിൽ മേ ഐ ഡ്രിങ്ക് സം വാട്ടർ പ്ലീസ്? രണ്ട് രീതിയിൽ ചോദിക്കാം അല്ലേ? ഇത് ടീച്ചർ പറയാണ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് കേട്ടോ. Alright, okay, ശരി. I have an announcement for you. We are celebrating our annual day on the 25th of this month, അല്ലെങ്കിൽ on the 25th. So if you are interested in participating in any competition, please give your name to the class teacher. അതാണ് പറഞ്ഞത്, I have an announcement for you. എനിക്കൊരു അനൗൺസ്മെന്റ് പറയാനുണ്ട്. We are celebrating, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം, our annual day. Annual day എന്നാണ് സെലിബ്രേറ്റ് on the 25th. 25ാം തീയതി സെലിബ്രേറ്റ് ചെയ്യണം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്തിൽ? ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എനി കോമ്പറ്റീഷൻ, ഏതൊരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഗീവ് യുവർ നെയിം ടു ദ ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചറിൻ്റെ നിങ്ങളുടെ പേര് കൊടുക്കുക. നമുക്കൊന്നുകൂടെ പറയാം. ഓൾറൈറ്റ്, ഓക്കെ, ശരി. I have an announcement for you. We are celebrating our annual day on the 25th. So if you are interested in participating in any competition, please give your name to your class teacher.
അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ തവണ പറയുക, എഴുതിയിടുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.